ഹലോ കൂട്ടുകാരെ, കൈത്തിരി സ്മാർട്ട് എഡ്യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മുടെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും കുറിച്ച് ഗ്രാഹ്യമായ അറിവുള്ളവരായിരിക്കണം. അവരുടെ വീടിനെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും കുടുംബ പശ്ചാത്തലവും അങ്ങനെ എല്ലാ കാര്യങ്ങളും, പഠനവും, ക്ലാസ് മുറിയിലെ പഠനവും വീട്ടിലെ പഠനവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ ഉൾച്ചേരുന്ന ഒരു പുസ്തകമാണ്. ഒരു കുട്ടിയെക്കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകമാണ് എൻ്റെ കുട്ടി. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടിയെക്കുറിച്ചും നമ്മൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലാസ്, ഡിവിഷൻ, റോൾ നമ്പർ, അഡ്മിഷൻ നമ്പർ, മാതാവിൻ്റെ പേര്, പിതാവിൻ്റെ പേര്, വീട്ടുപേര്, സ്ഥലം, ആണാണോ പെണ്ണാണോ, അവരുടെ റേഷൻ കാർഡ് APL ആണോ BPL ആണോ, ജാതി, മതം, മീഡിയം ഏതാണ്, മലയാളമാണോ ഇംഗ്ലീഷാണോ, അവരുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ആധാർ നമ്പർ, ജനനത്തീയതി, പഞ്ചായത്ത്, വാർഡ്. ഇതാണ് ആദ്യത്തെ ഒരു സെറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം കുടുംബ പശ്ചാത്തലം, വീട് എങ്ങനെയുള്ളതാണ്, സ്വന്തം വീടാണോ അല്ലെങ്കിൽ വാടകയ്ക്കാണോ നിൽക്കുന്നത്, അത് ഓടിട്ടതാണോ കോൺക്രീറ്റ് ആണോ, ഇതാണ് അടുത്ത ഒരു സെറ്റ്. അതിനുശേഷം വിദ്യാഭ്യാസം, അച്ഛൻ്റെയും അമ്മയുടെയും വിദ്യാഭ്യാസവും അവർ ചെയ്യുന്ന തൊഴിലും, അച്ഛനും അമ്മയും എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അടുത്ത കോളത്തിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത്. പിന്നീട് വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്, അവരുടെ പേര്, അവരെന്ത് ചെയ്യുന്നു, ആ കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം എത്രയാണ്. തുടർന്ന് പഠന അന്തരീക്ഷം, പഠന സൗകര്യം, വീട്ടിൽ പഠനമുറി ഉണ്ടോ, അതായത് അവർക്ക് സെപ്പറേറ്റായിട്ട് പഠിക്കാനുള്ള ഒരു മുറിയുണ്ടോ, അല്ലെങ്കിൽ പഠിക്കാനുള്ള മേശയുണ്ടോ, അല്ലെങ്കിൽ പഠന സമയം എപ്പോഴൊക്കെയാണ് അവർ പഠിക്കുന്നത്, വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് പഠിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, രോഗങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതേണ്ടത്. അവർക്ക് എന്തെങ്കിലും പ്രത്യേക പഠന പിന്തുണ നമ്മൾ ടീച്ചേഴ്സ് നൽകേണ്ടതുണ്ടോ. അടുത്തത് അവരുടെ പഠനത്തിൽ രക്ഷിതാവിൻ്റെ ഇടപെടൽ, രക്ഷിതാവ് അവരെ പഠിപ്പിക്കുന്നുണ്ടോ, ഹോംവർക്കുകളൊക്കെ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ, സ്കൂളിലെടുക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ടോ. അതിനുശേഷം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, കുട്ടിക്ക് പഠന വൈകല്യമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമുള്ള കുട്ടിയാണോ, പഠിക്കാൻ പുറകോട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്തത് കുട്ടിയുടെ സാമൂഹിക, മാനസിക, വൈകാരിക അവസ്ഥ എന്താണെന്ന് എഴുതാം. അതിനുശേഷമാണ് അക്കാദമിക നിലവാരം വരുന്നത്. ഓരോ ടേമിലും കുട്ടി നേടിയ അക്കാദമിക നിലവാരമാണ് ഇതിൽ പറയേണ്ടത്. ഒന്നാമത്തെ ടേമിൽ കുട്ടി നേടിയ മികവുകൾ എന്തെല്ലാമാണ്, കുട്ടിക്ക് നേരിടേണ്ടി വന്ന പരിമിതികൾ എന്തൊക്കെയാണ്, അത് ഓരോ വിഷയാടിസ്ഥാനത്തിൽ എഴുതാം. ഭാഷാഗണിത ശേഷികൾ, ഭാഷയിൽ മലയാളം എഴുതാനറിയാമോ, വായിക്കാനറിയാമോ, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും എഴുത്തും വായനയും അറിയുന്നതാണോ, അവരേത് നിലവാരത്തിലാണ്, ശരാശരിക്കും താഴെയാണോ, ശരാശരിയാണോ, മികച്ചതാണോ, ഗണിതത്തിൻ്റെ അടിസ്ഥാന ശേഷികളായ കൂട്ടൽ, കുറയ്ക്കൽ, വലിയ ക്ലാസ്സിലേക്കൊക്കെയാണ് ഗുണനം, ഹരണം എന്നിവയൊക്കെ അറിയാമോ എന്നിവയാണ് ഇതിലേക്ക് നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം അടുത്ത പാദവാർഷിക മൂല്യനിർണ്ണയമാണ്. അതായത് ക്രിസ്മസ് എക്സാമാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആനുവൽ എക്സാം. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായി കുട്ടി നേടിയ ഓരോ കാര്യങ്ങളും, അവരുടെ പഠനാന്തരീക്ഷവും വീട്ടിലെ അവസ്ഥയും എല്ലാം കൂടി ഉൾച്ചേരുന്ന ഒരു പുസ്തകമാണ് എൻ്റെ കുട്ടി എന്ന പുസ്തകം. ഇത് എല്ലാ സ്കൂളുകളിലും ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമ്മുടെ പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.